പച്ചപ്പും ഹരിതാപവും ഗ്രാമീണ കാഴ്ചകളും ഉള്ള പാലക്കാടൻ മണ്ണിലേക്കൊന്ന് പോയാലോ? കേരളത്തിന്റെ ഓരോ ജില്ലകൾക്കും ഓരോ ഭംഗിയാണ്. പാലക്കാടിന്റെ ഗ്രാമഭംഗിയെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അതുപോലെ മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് ഒഴിച്ചുകൂടാനാത്ത ഒരു ലൊക്കേഷനാണ് പാലക്കാട്. ഒരു വർക്കിന്റെ ആവശ്യത്തിന് വേണ്ടി വന്നതാണ് കേട്ടോ ഞാനിവിടെ. എന്നാ പിന്നെ സ്ഥലമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാലോ എന്ന് കരുതി. ഞങ്ങളുടെ നാട്ടിലൊന്നും ഇതുപോലെ മയിലിനെ ഒന്നും കാണാറേ ഇല്ല. അതും പീലിയുള്ള മയിലിനൊക്കെ ഞാൻ ഏതോ സൂല് മാത്രമേ കണ്ടിട്ടുള്ളൂ. പശ്ചിമഘട്ടത്തിന്റെ ഭംഗി പാലക്കാടിനെ സുന്ദരിയാക്കുന്നുണ്ട്. പിന്നെ ഈ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്ന ബസ് എന്റെ കോളേജ് ബസ്സാണ് കേട്ടോ. 10 കൊല്ലം മുന്നേ ഞാൻ അവിടെ പഠിച്ചതാണ്. 10 കൊല്ലത്തിന് ശേഷം കോളേജിൽ പോയ വിശേഷങ്ങൾ ഞാൻ പാർട്ട് 2 ആഡ് ചെയ്യുന്നുണ്ട്. കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് കോയമ്പത്തൂർക്കാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇതുവഴിയൊക്കെ വീണ്ടും പോകുന്നത്. ഇതെന്റെ ഇവിടുത്തെ ഫേവറേറ്റ് ഫുഡാണ്. കാലാണെന്നാണ് ഇതിന്റെ പേര്. സിറ്റിയിലെത്തിയപ്പോഴത്തേക്ക് ഇരുട്ടായി തുടങ്ങിയായിരുന്നു. ഞങ്ങൾ നേരെ പോത്തീസിലേക്കാണ് പോയത്. അവിടെ പാടി സെയിലായതുകൊണ്ട് അമ്മയ്ക്കും എനിക്കും സാരിയൊക്കെ ഞങ്ങൾ വെച്ച് നോക്കി. എന്താണെന്നറിയില്ല, ഞാൻ തൊട്ട് നോക്കി സാരിക്കൊക്കെ ഒടുക്കത്തെ വിലയായിരുന്നു. പിന്നെ ഞങ്ങൾ ജ്വല്ലറീസ് ഒക്കെ നോക്കി കാഴ്ചകളൊക്കെ കണ്ട വഴി കൂടെ ഇങ്ങനെ നടന്നു. അപ്പോഴേക്കും ഞങ്ങൾക്ക് വിശന്ന് തുടങ്ങിയായിരുന്നു. ഞങ്ങൾ നേരെ പോയത് ദിണ്ടുക്കൽ തലപ്പാക്കട്ടി ബിരിയാണി കഴിക്കാനാണ്. ഈ ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും അമ്മയും ശ്രീകുട്ടനും കിത്തുവാണ്. ശ്രീകുട്ടനും കിത്തു എന്റെ കസിൻസ് ആണ്. ഞാൻ വർക്കിന് പോകുമ്പോഴേക്ക് ഇവരെ കൂട്ടാറുണ്ട്. ഞങ്ങൾ 2 മട്ടൻ ബിരിയാണിയും പിന്നെ ഒരു ചിക്കൻ 65 ബിരിയാണിയുമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫുഡൊക്കെ കഴിച്ച് ഏകദേശം ഞങ്ങൾ സെറ്റായി. അങ്ങനെ തൽക്കാലം കോയമ്പത്തൂരിനോട് വിട പറയാനുള്ള ടൈമൊക്കെ ആയി. ഓരോ ദിവസവും എവിടെയെങ്കിലുമൊക്കെ കറങ്ങാനുള്ള ഭാഗ്യം എനിക്ക് മിക്കപ്പോഴും കിട്ടാറുണ്ട്. എന്റെ യാത്രകളിൽ നിങ്ങളെയും കൂടെ കൂട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ എങ്ങനെയാ, എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യില്ലേ?